നമസ്കാരം. നമ്മുടെ വീടുകളിലൊക്കെ പഴയ ആക്രി സാധനങ്ങൾ ഉണ്ടാകും. പഴയ ടിന്നുകൾ, പേപ്പർ, പ്ലാസ്റ്റിക് സാധനങ്ങൾ, അങ്ങനെ പലതരം ആക്രികൾ. പണ്ടുകാലത്ത് ഈ ആക്രി വാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാച്ചിമാർ വരുമായിരുന്നു. അവരുടെ തലയിൽ വലിയൊരു കുട്ടയുണ്ടാകും. അതിനകത്ത് അവലാണ്. നമ്മൾ അവർക്ക് ആക്രി സാധനങ്ങൾ കൊടുത്താൽ, അതായത് ഇട്ടുതേഞ്ഞ പ്ലാസ്റ്റിക് ചെരുപ്പോ പഴയ നോട്ട് ബുക്കുകളോ ഒക്കെ കൊടുത്താൽ പകരം പണം തരും. പണം വേണ്ടാത്തവർക്ക് അവല് തരും. ഒരുതരം ബാർട്ടർ സിസ്റ്റം. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ആക്രി കൊടുത്ത് ഒത്തിരി അവല് വാങ്ങി തിന്നിട്ടുണ്ട് അണ്ണാച്ചിമാരുടെ കയ്യിൽ നിന്ന്. അല്ല, ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടായേക്കാം. ഇന്നലെ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് അവതരണം കേട്ടപ്പോഴാണ് എനിക്ക് ആ പഴയ അവലിൻ്റെ കഥ ഓർമ്മ വന്നത്. സർക്കാരിൻ്റെ ആക്രി സാധനങ്ങൾ വിറ്റ 200 കോടി രൂപ സമാഹരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ആക്രി വിറ്റ് ഭരണം നടത്തുന്ന ലോകത്തെ ഒരേയൊരു സർക്കാർ നമ്മുടേത് മാത്രമായിരിക്കും. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി ആക്രി എന്ന ആപ്പ് തുടങ്ങുമോ എന്ന് കണ്ടറിയാം. സർക്കാർ ഓഫീസുകളിലെ ഉപയോഗശൂന്യമായ ഫർണിച്ചറുകളും കണ്ടം ചെയ്ത വാഹനങ്ങളുമൊക്കെ വിറ്റ 200 കോടി രൂപ കണ്ടെത്താനാണ് ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവിധ കേസുകളിൽപ്പെട്ട് കസ്റ്റഡിയിലുള്ള വാഹനങ്ങളും ഉടമസ്ഥർ തിരിച്ചെടുക്കാത്തതുമായ വാഹനങ്ങളുമൊക്കെ ഇത്തരത്തിൽ ആക്രി വിലയ്ക്ക് വിൽക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം ഇത്രയധികം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയത് എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പുഴകളിൽ നിന്ന് മണൽ വാരാനും പുതിയ ബഡ്ജറ്റിൽ തീരുമാനമായിട്ടുണ്ട്. ആദ്യം ചാലിയാർ, ഭാരതപ്പുഴ, കടലുണ്ടിപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും മണൽ വാരുന്നത്. പിന്നീടത് മറ്റു നദികളിലേക്കും വ്യാപിപ്പിക്കും. കരിമണൽ വാരാൻ അനുമതി കൊടുത്തതുപോലെ ആകാതിരുന്നാൽ ഭാഗ്യം. അങ്ങനെ കരിമണൽ വാരാൻ അനുമതി കൊടുത്തതിൻ്റെ ഫലമായാണ് SFIO ഇപ്പോൾ ചിലരുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നത്. എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് എന്നൊരു പുതിയ പരിഷ്കാരം കൂടി ബഡ്ജറ്റിലുണ്ട്. സ്കൂളുകൾക്ക് സഹായം നൽകാൻ തയ്യാറുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ധനശേഖരണത്തിനായി പ്രത്യേക ഫണ്ട് സ്വരൂപിക്കുന്നതാണ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ തെണ്ടൽ. എന്തായാലും ഇതിനായി ഓൺലൈൻ സംവിധാനമൊക്കെ ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. കൃത്യമായ പദ്ധതിയും ഫണ്ട് വിനിയോഗത്തിന് വിശദമായ രൂപരേഖയും ഉണ്ടാക്കുമെന്നുമൊക്കെയാണ് പ്രഖ്യാപനം. പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിപ്പിക്കാനായി സർക്കാർ 25 ലക്ഷം രൂപയോളം ചെലവാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുജനങ്ങളുടെ സഹായം തേടാനായി ഒരുങ്ങുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമാനമായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുക്കാനുള്ള 3 ഫണ്ട് പദ്ധതികളാണ് KN ബാലഗോപാൽ പുതിയ ബഡ്ജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, കായികം, ആരോഗ്യം എന്നീ മേഖലകളിലാണിത്. അതായത് ഈ മേഖലകളെല്ലാം ഇനി നടക്കുന്നെങ്കിൽ നടക്കേണ്ടത് പൊതുജനങ്ങളുടെ കാരുണ്യത്തിലാണെന്ന്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് പരസ്യം ചെയ്തത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന്. അടുത്തത് ആരോഗ്യ സുരക്ഷാ ഫണ്ട്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന വരുമാനമുള്ളവരിൽ നിന്ന് ഫണ്ട് പിരിക്കാനുള്ള അടവ്. ഇതിലൊക്കെ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? സർക്കാരിൻ്റെ കയ്യിൽ 10 പൈസയില്ല. കേന്ദ്രം തരുന്നില്ല എന്നായിരുന്നു ഇതുവരെയുള്ള പല്ലവി. ആ പെരും നുണയെ തെളിവടക്കം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊളിച്ചടുക്കി. അതോടെ ആ ന്യായീകരണം ഏൽക്കില്ല എന്നായി. കടം ചോദിച്ചിട്ട് അതും കിട്ടില്ല. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തെങ്കിലും എങ്ങനെയാണ് കേരളം ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലായത് എന്ന കാര്യം കേന്ദ്രം തെളിവ് സഹിതം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതോടെ ആ വഴിയും അടഞ്ഞു. സർവ്വ നികുതികളും പിഴകളും കൂട്ടി. AI ക്യാമറ വെച്ചുള്ള പിടിച്ചുപറി വേറെ, മദ്യത്തിന് കൊള്ളവില, ലോട്ടറിക്കും വില കൂട്ടി, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരു ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇനിയുള്ള ഒരേയൊരു വഴി തെണ്ടുക എന്നുള്ളതാണ്. അതിനെയാണ് പരിഷ്കരിച്ച ഭാഷയിൽ ധനമന്ത്രി പ്രൊമോഷൻ ഫണ്ടെന്നും സുരക്ഷാ ഫണ്ടെന്നും ഡെവലപ്മെൻറ്റ് ഫണ്ടെന്നും ഒക്കെ പറഞ്ഞത്. കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ B പുറത്തെടുക്കുമെന്ന മുന്നറിയിപ്പും ധനമന്ത്രി നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ബക്കറ്റ് എടുത്തുള്ള പിരിവാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതെ, ഇനി ബക്കറ്റും എടുത്ത് നാണമില്ലാതെ ജനങ്ങളുടെ അടുത്തു ചെന്ന് തെണ്ടുക. അതുമാത്രമേയുള്ളൂ ഇനി വഴി. വാടക ഹെലികോപ്റ്റർ, ക്ലിഫ് ഹൗസ് ലിഫ്റ്റ്, ചാണകക്കുഴി, പശുത്തൊഴുത്ത്, നീന്തൽക്കുളം നവീകരണം, 1,05,00,000 ആഡംബര ബസ്, 33 ലക്ഷത്തിൻ്റെ കിയ കാർണിവൽ, ക്ലിഫ് ഹൗസിലെ കർട്ടൻ, മൂലക്കുരുവിനുള്ള അമേരിക്കൻ ചികിത്സ, കമലയ്ക്കും വിജയനുമുള്ള 75 ലക്ഷത്തിൻ്റെ ചികിത്സ, ബിന്ദുമന്ത്രിയുടെ 35,500 രൂപയുടെ കണ്ണാടി, അനാവശ്യമായി കേസ് നടത്താൻ ചിലവാക്കിയ കോടികൾ, ഓരോരോ സ്ഥാനങ്ങളിൽ തിരുകി കയറ്റിയ കമ്മികൾക്കുള്ള ലക്ഷങ്ങൾ മാസശമ്പളം, 26 ലക്ഷത്തിൻ്റെ ഓണസദ്യ, 16 ലക്ഷത്തിൻ്റെ പുതുവത്സര വിരുന്ന്, 1,20,000 രൂപയുടെ കേക്ക്. സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കാലിയാകാൻ വേറെ എന്തെങ്കിലും വേണോ? 10 പൈസ പോലും ഇവറ്റകൾക്ക് കൊടുക്കരുത്.
ഇനിയും ഇവറ്റകളെ തീറ്റിപ്പോറ്റേണ്ട കാര്യം നമുക്കുണ്ടോ എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കണം. എന്തായാലും സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ KN ബാലഗോപാൽ എന്ന പേര് ജനങ്ങൾ ആക്രി ഗോപാലൻ എന്നാക്കാതിരുന്നാൽ ഭാഗ്യം.